നമസ്കാരം. ലീഗും സമസ്തയും തമ്മിലുള്ള തർക്കം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. അതീവ രൂക്ഷമെന്ന് വെച്ചാൽ അതീവ രൂക്ഷം. സമസ്തയെ ഈ രീതിയിൽ കരിവാരി തേക്കുന്നതിന് വേണ്ടി ലീഗ് കൂട്ടുപിടിച്ചിരിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് നമുക്കറിയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ എല്ലാ സോഴ്സസും ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന സമസ്തയിലെ ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ സമസ്തയിലെ ഒരു വിഭാഗം എന്ന് പറയുന്നത് ഉമർ ഫൈസി മുക്കം അടക്കമുള്ള ഒരു വിഭാഗം നേതാക്കളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉമർ ഫൈസി മുക്കവും അദ്ദേഹത്തിനോട് കുറച്ച് താല്പര്യമുള്ളവരും സത്യത്തിൽ ഒരു ഇടതുപക്ഷ അനുഭാവം പ്രകടിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാന കാരണമായി നമുക്ക് കാണിക്കാൻ പറ്റുന്നത്. അതായത് ഉമർ ഫൈസി മുക്കത്തിന് ഒരു ഇടത് ചായ്വുണ്ട്, CPM ഒരു അനുഭാവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉമർ ഫൈസി മുക്കം ഒരു മോശക്കാരനാണ് എന്നുള്ള തരത്തിലേക്ക് വ്യാപരിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹത്തിന് മേലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ചില ആരോപണങ്ങളുണ്ട്. അതായത് ഈ ലീഗിലെ ഉന്നത നേതാക്കളെ കള്ളന്മാരെന്ന് വിളിക്കുക, ഇവിടെ ഹിന്ദുമത വിരോധം വളർത്തുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ ഇറക്കുക. അത് തീർച്ചയായും നമുക്കറിയാം, ഈ രീതിയിലുള്ള ഹിന്ദുമത വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം അദ്ദേഹം ശിവപാർവതി രൂപവുമായി ബന്ധപ്പെട്ടിട്ട് നടത്തിയ പരാമർശമാണ്. അത് സംബന്ധിച്ച് അദ്ദേഹം പറയുന്ന വിശദീകരണം, അദ്ദേഹം ഒരു മത നിന്ദയും നടത്തിയിട്ടില്ല, ഹിന്ദുമതത്തെ അദ്ദേഹം നിന്ദിച്ചിട്ടില്ല, പകരം അക്കാര്യം പറഞ്ഞു എന്ന് മാത്രം, അങ്ങനെ ഒരു ബിംബത്തെക്കുറിച്ച് സൂചിപ്പിച്ചു എന്ന് മാത്രം. എന്നാൽ അതിനെ വളച്ചൊടിക്കുന്ന തരത്തിലേക്ക് വാർത്തകൾ വരികയായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി എന്തുകൊണ്ട് അങ്ങനെ ഒരു വാർത്ത വരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് ഒരു ചാനലും പത്രവും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി ലീഗിന് അനുകൂലമായി സംസാരിക്കുന്നു, ലീഗിനോട് ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ ലീഗിനെ ഒരു തരത്തിലും വേദനിപ്പിക്കാത്ത തരത്തിൽ മുന്നോട്ട് പോവുക. ഉമർ ഫൈസി മുക്ക സമസ്തയിലെ ആ പ്രതിസന്ധികളെ ചൂഷണം ചെയ്തുകൊണ്ട് ഒരു വിഭാഗത്തെ ലീഗിലേക്ക് അടുപ്പിക്കുക, ഇതാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് പറ്റിയത് ഉമർ ഫൈസി മുക്കത്തിനെയും അദ്ദേഹത്തിനോട് കൂടെ ചേർന്ന് നിൽക്കുന്നവരെയും കുറ്റക്കാരാണ്, അവർ ഈ സമൂഹത്തോട് അല്ലെങ്കിൽ ആ പറയുന്ന ലീഗിലെ നേതാക്കന്മാരെ കള്ളന്മാരെന്ന് വിളിക്കുക, സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന തരത്തിലുള്ള ഒരു ഈ ഹിന്ദു മതസ്പർദ്ധ വളർത്തുന്നതിനാവശ്യമായ വാർത്തകൾ കൊടുക്കുക എന്നുള്ള തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രവും ചാനലുമാണ്. അതായത് ഉമർ ഫൈസി മുക്കത്തിനെതിരായി കള്ളവാർത്തകൾ പ്രചരിപ്പിക്കുന്നു, ഒരു വാർത്ത ഉണ്ടാക്കുന്നു, പടച്ചുണ്ടാക്കിയിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരെ ലീഗിലെ നേതാക്കന്മാർ, കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള, സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ള നേതാക്കന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് ചോദിക്കുന്നു, ഇങ്ങനെ ഒരു അഭിപ്രായം ഈ പറയുന്ന ഉമർ ഫൈസി മുക്കം ഉയർത്തിയിട്ടുണ്ട്, അതേ സംസ്ഥയുടെ സെക്രട്ടറിയാണ് എന്ന് ആലോചിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നു. അപ്പോൾ അതിനെ ഞങ്ങൾ മതേതരന്മാരാണ് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടും, അല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് ആരും കള്ളന്മാരില്ല എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടും ഇതിൽ തമ്മിലടിപ്പിക്കുക എന്നുള്ള രീതിയിൽ, ഇതാണ് ജമാഅത്തെ ഇസ്ലാമി കളിക്കുന്ന ഒരു പൊളിറ്റിക്സ്. അങ്ങനെ ലീഗിലെ ആൾക്കാരോട് ചോദിക്കുന്നു. അപ്പോൾ സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് ഇതുവരെയായി നമുക്കറിയാവുന്ന പോലെ ഒരു മതേതര മുഖം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വിഘാതം ഉണ്ടാക്കാൻ ഒരിക്കലും സാദിഖ് അലി ശിഹാബ് തങ്ങളോ തുടർന്ന് നിൽക്കുന്ന കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവരോ ശ്രമിക്കില്ല. അപ്പോൾ തീർച്ചയായും പറയും അതൊരു തെറ്റായി പോയി. അതായത് ഉമർ ഫൈസി മുക്കത്തിനെ വിമർശിച്ചുകൊണ്ടുള്ള നിരവധി പ്രസ്താവനകൾ ഇറക്കുക, അങ്ങനെ ഇദ്ദേഹം കൊള്ളരുതാത്തവനാണ് എന്നുള്ള തരത്തിൽ വ്യാജ വാർത്തകൾ ചമയ്ക്കുന്നതിൽ ശ്രദ്ധാലുവായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് നോക്കിക്കഴിഞ്ഞാൽ ഇത് ഇനി എങ്ങനെ, ഇത് മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇനി പുറത്തും ഈ രീതിയിൽ ഇവർക്കെതിരായ പ്രചരണം നടക്കുന്നുണ്ട്. അവിടെ അപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഉമർ ഫൈസി മുക്കത്തിന് എതിരായി പ്രവർത്തനം നടക്കുന്നുണ്ട്. അതായത് സ്ലീപ്പിംഗ് സെല്ലുകൾ എന്നാണ് ഇവരെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിശേഷിപ്പിക്കുന്നത്. അതായത് സമസ്തയിൽ സ്ലീപ്പിംഗ് സെല്ലുകാരാണ് ഈ പറയുന്ന നമ്മുടെ ഉമർ ഫൈസി മുക്കവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളും എന്ന തരത്തിലുള്ള ഇത് വരുത്തി തീർത്തുകൊണ്ടിരിക്കുന്നു. ഇതാണ് സത്യത്തിൽ നടക്കുന്നത്. എന്നാൽ ഇത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള ഈ ഒരു കൂട്ടുകെട്ട് ദോഷം ഉണ്ടാക്കാൻ സാധ്യത ഉള്ള ഒന്നാണ്. ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി വരുമ്പോൾ ജമാഅത്തെ ഇസ്ലാമിക്ക് നാളെ പറയുന്നു ലീഗ് കൊള്ളില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും ലീഗിനെതിരെ വരും. അരീക്കോട് പ്രസംഗത്തിൽ ഈ പറയുന്ന സാദിഖ് അലി തങ്ങളെ വിമർശിച്ചു എന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇത് ലീഗിനെയും നാളെ ഒരു തരത്തിൽ പറഞ്ഞാൽ ദോഷമായി ബാധിക്കുന്ന കാര്യമാണ് ഈ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടുള്ള അധികകാലത്തെ കൂട്ടുകെട്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഇവർക്കിടയിൽ ഈ പറയുന്ന ഉമർ ഫൈസി മുക്കത്തിനെ ക്രൂശിച്ച് അദ്ദേഹത്തെ ഒരു വഴിക്കാക്കി അദ്ദേഹത്തിനെതിരായി നടക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരായി വാർത്തകൾ പ്രചരിപ്പിക്കുക, ആ വാർത്തകളിൽ ലീഗ് അണികളുടെ അല്ലെങ്കിൽ ലീഗുകാരുടെ പ്രതികരണങ്ങൾ തേടുക, അങ്ങനെ ഇവരെല്ലാം വളരെ മോശക്കാരാണ് എന്നുള്ള തരത്തിൽ വരുത്തി തീർക്കുക. മുഷാവറയെ പോലും തള്ളിപ്പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. മുഷാവറയിലെ ചർച്ചകൾ, അവിടെ നടക്കുന്ന
തർക്കം ഇതൊക്കെ പുറത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. അങ്ങനെ ഇവരൊക്കെ പിന്നെ ആകപ്പാടെ ഇവിടെ ഈ പറയുന്ന സമസ്ത കേരളയിൽ ഒരു വലിയ വിഭാഗീയത ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇവിടെ പല തരത്തിൽ അവിടെ ഭയങ്കര മുശാവറയിൽ ഭയങ്കര തർക്കങ്ങളാണെന്നും അവിടെ നടക്കുന്ന ചർച്ചകളൊന്നും ഫലം കാണാതെ പോവുകയാണ് തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ അവർ ഉയർത്തുന്നുണ്ട്. അപ്പം അങ്ങനെ സാദിഖ് അലി തങ്ങൾ അടക്കം, അതായത് സാദിഖ് അലി തങ്ങൾക്കെതിരായി അദ്ദേഹം ഖാസി വിവാദം നമ്മൾ കഴിഞ്ഞ തവണ കേട്ടതാണ്, അങ്ങനെ ചില ഖാസികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള തരത്തിൽ. അപ്പം അങ്ങനെ ആ ഒരു വിവാദത്തെ കൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് കെട്ടുക, അങ്ങനെ ഇദ്ദേഹത്തിനെതിരെയാണ് പറഞ്ഞത് എന്നുള്ള തരത്തിൽ ഒരു ഇത് കൊണ്ടുവരിക. അപ്പം ഈ ഖാസിമാർക്കെതിരെ ഒരു പരാമർശം നടത്തുമ്പോൾ അത് തീർച്ചയായിട്ടും ആർക്കെതിരെയാണ്? സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കും തങ്ങൾ കുടുംബത്തിനുമെതിരെയാണ്, പാണക്കാട് കുടുംബത്തിനുമെതിരെയാണ് എന്നുള്ള തരത്തിലേക്ക് ആ വാർത്തകളെ പ്രചരിപ്പിക്കുക. അപ്പം ഈ പറയുന്ന ഫൈസിയെയും ഒക്കെ എതിർക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം അവർ ലീഗ് തുടങ്ങിയിരുന്നു. ലീഗിൻ്റെ മേൽനോട്ടത്തിൽ ഒരു ആദർശ സംരക്ഷണ സമിതി ഒരു പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ വേണ്ട രീതിയിൽ അതൊരു ഫലം മുശാവറയിൽ ഉണ്ടാക്കാതെ പോയി എന്നുള്ളതാണ്. ഈ ആദർശ സംരക്ഷണ സമിതിയിലൂടെ ഉമർ ഫൈസി മുക്കത്തിനെതിരായി ഒരു വലിയ പ്രചരണം നടത്താൻ തീരുമാനിച്ചു. പക്ഷേ മുശാവറയിൽ അത് വലിയ കാര്യക്ഷമമായി ഏൽക്കാത്തത് കൊണ്ട് കൂടി ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നു. അതായത് ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ലീഗ് കളിക്കുന്ന നെറികെട്ട കളിയാണ് ഇപ്പോൾ സമസ്തയ്ക്കെതിരായി നടന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഒരു ഇടതുപക്ഷ ആനുകൂല്യം അവർക്ക്, അല്ലെങ്കിൽ അനുകൂല ഭാവം അവർ കാണിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ ഇവർ തീരുമാനിച്ചിരിക്കുന്നത്.